Debate with Dr. Arun Kumar. മാറുമറയ്ക്കലും ശീലധരിക്കലുമൊക്കെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒരു ചരിത്രം കേരളത്തിനുണ്ട്. 1921 വരെയും പല ക്ഷേത്രങ്ങളിലും കയറുന്നതിൽ നായർ സ്ത്രീകൾക്കടക്കം മാറുമറയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് ആ സാഹചര്യം മാറി. സ്ത്രീകൾക്ക് മാറുമറച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ കഴിയും എന്ന നില വന്നു. എന്നാൽ ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും പുരുഷഭക്തന്മാർ ദർശനം നടത്തുമ്പോൾ മേൽവസ്ത്രം അഴിക്കണം, ഷട്ടഴിക്കണം, ബനിയൻ അഴിക്കണം തുടങ്ങിയ നിബന്ധനകളുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ റാഞ്ചിയെടുക്കാനുള്ള നീക്കങ്ങൾക്കിടെ 92ാം ശിവഗിരി തീർത്ഥാടന കാലത്തെ ചർച്ചകൾ വാർത്താശ്രദ്ധ നേടുകയാണ്. സനാതനധർമ്മത്തിലേക്ക് ഗുരുവിനെ കണ്ണു ചേർക്കുന്നതിൽ മുന്നറിയിപ്പ് നൽകുകയാണ് രാഷ്ട്രീയ നേതൃത്വം. നമ്മുടെ ചില ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് മേൽവസ്ത്രം അഴിക്കണമെന്നുള്ള ആചാരത്തിനെതിരെ സച്ചിദാനന്ദ സ്വാമി തുടങ്ങിവെച്ച ക്യാമ്പയിൻ കേരളം ഏറ്റെടുക്കുമോ? ദേവസ്വം ബോർഡുകൾ ഭക്തന്മാർക്ക് ഷട്ടഴിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്താൽ പൊതുസമൂഹം അതിനെ പിന്തുണയ്ക്കുമോ? മേൽവസ്ത്രം അഴിക്കണോ ക്ഷേത്രത്തിലെ ദർശനത്തിന്? ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ മേൽവസ്ത്രം അഴിക്കേണ്ടതില്ലെന്ന ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദയുടെ പ്രതികരണം നല്ല നിർദ്ദേശമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു ദേവസ്വം ബോർഡ് ഈ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണെന്ന് അറിയിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത്. അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത്. ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെ പറ്റി പറയുകയുണ്ടായി. അതാണ് ഉണ്ടായത്. എൻ്റെ നിർദ്ദേശമല്ല, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്. അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ്. എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി. അവർ പറഞ്ഞു ഞങ്ങളും ആ തീരുമാനം എടുക്കാൻ പോവുകയാണ്. അത് നല്ലതാണെന്ന് അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ. അല്ല, അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് നല്ല നിർദ്ദേശമായിരിക്കും. അത് ചർച്ച ചെയ്തോട്ടെ. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ പുരുഷന്മാർ ഷട്ടും ബനിയനും അഴിക്കേണ്ടതുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം സനാതന ധർമ്മത്തിൻ്റെ പേരിൽ ശ്രീനാരായണ ഗുരുവിനെ കൂടി കണ്ണു ചേർത്ത് വർണ്ണാശ്രമ ധർമ്മത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും പറയുമ്പോൾ അതിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവുകയാണ്. നമുക്കൊപ്പം സാമൂഹ്യ പ്രവർത്തകൻ സണ്ണി എം കപ്പിക്കാട്, വലതു നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ് ചർച്ചയിൽ. രണ്ട് അതിഥികൾക്കും സ്വാഗതം. ആദ്യം ഞാൻ ശ്രീ സണ്ണി എം കപ്പിക്കാടിലേക്ക്. ശ്രീ സണ്ണി എം കപ്പിക്കാട്, ഇന്നലെ സച്ചിദാനന്ദ സ്വാമി പറയുകയും ഒപ്പം മുഖ്യമന്ത്രി അത് പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്ത ഒന്നാണ് ക്ഷേത്രങ്ങളിലെ ഈ അനാചാരമെന്ന് സച്ചിദാനന്ദ സ്വാമി വിശേഷിപ്പിച്ച കാര്യം. പുരുഷഭക്തന്മാർ ക്ഷേത്രദർശനം നടത്തുമ്പോൾ മേൽവസ്ത്രം അഴിക്കണം എന്നുള്ളത് പണ്ട് ബ്രാഹ്മണ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ബ്രാഹ്മണർ അവരുടെ പൂണൂല് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അനാചാരമായിരുന്നു. അത് ഇന്നത്തെ മൂഢര് തുടരുകയാണ് എന്നാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. ശ്രീ സണ്ണി എം കപ്പിക്കാടിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഇക്കാര്യത്തിൽ ഒരു ആധുനിക സമൂഹത്തിൻ്റെ ബോധ്യങ്ങൾ മനുഷ്യർക്കുണ്ടാവണമെന്നാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ വസ്ത്രം ഊരണം, പുരുഷന്മാർ വസ്ത്രം ഊരണം എന്ന് പറയുന്ന കാലോചിതമായൊരു പരിഷ്കരണം ഉണ്ടാവണമെന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ യഥാർത്ഥത്തിൽ പറഞ്ഞതിൻ്റെ നേരെയുള്ള ഒരർത്ഥം. അങ്ങനെ അനേകം ആചാരങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് സമൂഹം നിലനിൽക്കുന്നത്. ആചാരങ്ങൾ മാത്രമല്ല, വിശ്വാസങ്ങൾ, ധാരണകൾ, മനുഷ്യ സങ്കല്പങ്ങളൊക്കെ പരിഷ്കരിച്ചുകൊണ്ടാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ നമ്മുടെ ആചാരങ്ങളുടെ ചരിത്രമെടുത്താൽ ആദ്യ കാലഘട്ടത്തിൽ പവിത്രമെന്ന് കരുതിയ പല ആചാരങ്ങൾ ഇപ്പോൾ കാണാനേ ഇല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. കേരളത്തിൽ ഒരു 100 വർഷം മുമ്പ് 1924 കേരളമല്ല ഇപ്പോഴുള്ളത്. അത് പരിപൂർണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് സ്ത്രീകൾ വസ്ത്രമൂരണമെന്നാണ് ഇവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പുരുഷന്മാർ വസ്ത്രമൂരണമെന്നാണ് അവർ നിർബന്ധിക്കുന്നത്. ഇങ്ങനെ ഓരോ സമയത്തും യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ തടഞ്ഞു നിർത്തുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ, മതവിശ്വാസത്തിൻ്റെ പേരിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന ശക്തികളാണ് സച്ചിദാനന്ദ സ്വാമികളുടെ അഭിപ്രായത്തിനും അതിനെ പിന്തുണച്ച മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെയും തള്ളിപ്പറയുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമതൊരു കാര്യം, ഗുരുവിനെ സനാതനധർമ്മത്തോട് കൂട്ടിച്ചേർത്ത് ഹിന്ദുമതത്തിലെ വലിയൊരു ആചാര്യനാണെന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ള ഒരു അഭിപ്രായമാണ്. അത് സുബുദ്ധിയോടെ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് വെല്ലുവിളി. വെറുതെ അതും ഇതും പറഞ്ഞാൽ പോരാ. ഗുരു നിഷിദ്ധമായിട്ടുള്ള, ഗുരു ജനിച്ചു വളർന്ന സമുദായത്തിന് ഈ ഹിന്ദു ആചാരം നിഷേധിച്ചിരുന്ന പ്രതിഷ്ഠ സ്വയം നടത്തിയ ഒരാളാണ് ഗുരു. ഗുരു നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഗുരു അതുകൊണ്ട് ഹിന്ദുവാണെന്നൊക്കെ പറയുന്ന കാര്യമല്ലത്. ഗുരുവിന് നിഷേധിക്കപ്പെട്ട പ്രതിഷ്ഠ എന്ന കർമ്മം ചെയ്ത ഒരാളാണ് ഗുരു. അന്ന് വന്ന് സംഘം ചേർന്ന് വന്ന് നിങ്ങൾക്കാരാണ് പ്രതിഷ്ഠ നടത്താൻ അധികാരം നൽകിയത് എന്ന് ചോദ്യം ചോദിച്ചവരുടെ പിന്മുറക്കാരാണ് പുരുഷന്മാർ ഷർട്ടൂരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടും. ഇവരെത്ര ശ്രമിച്ചാലും ഈ ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടും. കാരണം സമൂഹം മുന്നോട്ടാണ് പോകുന്നത്, മനുഷ്യവംശം മുന്നോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ആചാരങ്ങൾ പരിഷ്കരിച്ചേ പറ്റൂ. അപ്പൊ അത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, രാഹുലിലേക്ക് പോകുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ സനാതനധർമ്മം വർണ്ണാശ്രമധർമ്മവുമായി എന്തിന് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിച്ചതാണോ, അതല്ല മുഖ്യമന്ത്രി പറഞ്ഞതിന് വിമർശനം ഉന്നയിക്കാൻ വേണ്ടി അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണോ? സനാതനധർമ്മവും വർണ്ണാശ്രമധർമ്മവും തമ്മിൽ എന്തു ബന്ധം എന്താണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്? അത് പറയാനായിട്ട് പ്രതിപക്ഷ നേതാവിന് അവകാശമുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം കാര്യങ്ങൾ മനസ്സിലാക്കാതെ അല്ല, മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവായിട്ടേ എടുക്കാൻ പറ്റൂ. അതായത് വർണ്ണാശ്രമധർമ്മവും സനാതനധർമ്മവും രക്തബന്ധമുള്ള കാര്യമാണെന്നും അത് ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനമാണെന്നും അതിൽ നിന്നും പിറവികൊണ്ടതാണ് ജാതി വിലക്കുകളും ജാതി വ്യവസ്ഥയുമെന്നും ഇന്ത്യ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരുപക്ഷെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കൊണ്ട് പറയുന്നതാവാം, അതെന്തുമാവട്ടെ. ഏതായാലും പ്രതിപക്ഷ നേതാവ് സനാതനധർമ്മം നമ്മുടെ സംസ്കാരമാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യത്തിനോടുള്ള ഒരു വിധേയത്വത്തെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ശരി, വ്യക്തമാണ്. രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രതികരണം കൂടി എടുത്തിട്ട് ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. വലത് നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. രാഹുൽ ഈശ്വർ, ഈ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷട്ടഴിച്ച് ബനിയനഴിച്ച് കയറണം എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? യഥാർത്ഥത്തിൽ അത് കാലഹരണപ്പെട്ടിരിക്കുന്ന ഒരു ആശയമല്ലേ? പൂണൂല് വലിയ പ്രാധാന്യത്തോടു കൂടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് നമ്മളൊക്കെ മാറി അതിന് വലിയ സാമൂഹികമായ മൂല്യം ഇപ്പോഴില്ലല്ലോ. പണ്ട് സ്ത്രീകളുടെ കാര്യത്തിലായിരുന്നു ഇത്. സ്ത്രീകൾക്ക് അത് ബാധകമല്ല, പുരുഷന്മാർക്ക് ബാധകമാണ്. അപ്പോൾ സ്വാമി സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനെ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ദേവസ്വം ബോർഡ് അത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ക്ഷേത്രങ്ങളിൽ, എല്ലാ ക്ഷേത്രങ്ങളിലും പുരുഷന്മാർ ഈ പറയുന്ന ഷട്ടഴിച്ചു കയറണം എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം മാറി ചില ക്ഷേത്രങ്ങളിലുള്ള ആ ആചാരങ്ങളെ മാറ്റാൻ പോവുകയാണ്. രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായം എന്താണ്? ഡോക്ടർ അരുൺ, ആദ്യം തന്നെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഒരു വാക്ക്. 44 അമ്പലങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 100ഓളം അമ്പലങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ടെന്ന് പറയുന്നു. പക്ഷെ 44 ഡോക്യുമെന്റഡ് ആയിട്ടുള്ള അമ്പലങ്ങൾ, അതിൽ തന്നെ 22 ശിവക്ഷേത്രങ്ങൾ, 14 സുബ്രഹ്മണ്യ ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, ദേവി ക്ഷേത്രം, ശാരദാദേവി ക്ഷേത്രം, ഭഗവതി ക്ഷേത്രം അടക്കം, കണ്ണാടി പ്രതിഷ്ഠകൾ അടക്കം ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം സനാതനധർമ്മം കണ്ട, ഹിന്ദു ധർമ്മം കണ്ട ഏറ്റവും വലിയ ആചാര്യനാണ്, സന്യാസിയാണ്. ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വരുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്നാണ്. അദ്ദേഹം അദ്വൈത ദർശനത്തിൽ വിശ്വസിച്ചിരുന്ന, അതിന്റെ പ്രയോക്താവായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇതിൽ നിന്ന് മാറ്റേണ്ട ആവശ്യം എന്താ? ഇപ്പൊ ഹിന്ദുത്വത്തോടോ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ വാദത്തോടോ ഒന്നും കൂട്ടിച്ചേർക്കണ്ട. പക്ഷേ നമ്മുടെ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ പല നൂറ്റാണ്ടുകളിൽ ജനിച്ച ഏറ്റവും വലിയ ആചാര്യനെ ഹിന്ദുധർമ്മത്തിന്റെ ഭാഗമല്ലെന്നോ സനാതനധർമ്മത്തിന്റെ ഭാഗമല്ലെന്നോ പറയേണ്ട ആവശ്യമുണ്ടോ? 2, നമ്മുടെ ചരിത്രത്തിൽ ജാതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? 100% ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വിവേകാനന്ദൻ നമ്മുടെ നാട്ടിൽ വന്ന് നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണ്, ലുനറ്റിക് അസൈലമാണെന്ന് പറയുന്നത്. പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, 2000ഓളം വർഷം നമ്മുടെ പിന്നോക്കക്കാർക്ക് നമ്മൾ നീതി കൊടുത്തിട്ടില്ല, സ്നേഹവും ബഹുമാനവും കൊടുത്തിട്ടില്ല. അപ്പം ചരിത്രത്തിൽ നമുക്ക് തെറ്റായിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ഫിലോസഫി അല്ലേ? അത് ജാതീയത മാത്രമാണോ? ജാതീയത തെറ്റാണെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഇത് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് പോലെ ആദ്യം ജാതീയതയെ സനാതനധർമ്മം എന്ന് വിളിക്കുക, പിന്നീട് സനാതനധർമ്മം ഡെങ്കു, ക്യാൻസർ, മലേറിയ ആണെന്ന് പറയുക, എയ്ഡ്സ് പോലെയാണെന്ന് പറയുക. സനാതനധർമ്മത്തിൽ വർണ്ണാശ്രമധർമ്മം ഉണ്ടോ രാഹുൽ?
ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സനാതന ധർമ്മത്തിന്റെ ഭാഗമായി വർണ്ണാശ്രമധർമ്മം ഉണ്ട്. തീർന്നില്ല. ആ വർണ്ണാശ്രമധർമ്മത്തിന്റെ ഒരു അപഭ്രംശമോ തെറ്റായ വേർഷനുമാണ് ജാതീയത. ഉദാഹരണം, വേദവ്യാസൻ ആരാണ്? മുക്കുവത്തിയുടെ മകനാണ്. വാൽമീകി ആരാണ്? ഭിൽ സമുദായക്കാരൻ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് സമുദായക്കാരനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ OBC ആണ്, യാദവനാണ്. അപ്പൊ എന്തിന് ശ്രീരാമൻ ബ്രാഹ്മണനായ രാവണനെ കൊന്നതുകൊണ്ട് അന്നത്തെ ചില ബ്രാഹ്മണർ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും കുറച്ചു കാലം ഈ OBCക്കും ഈ മുക്കുവന്മാർക്കും ഒക്കെ ഈ ക്ഷേത്രങ്ങളിൽ പൂജാരിയാവാൻ പറ്റാഞ്ഞത്? അത് നമ്മുടെ ചരിത്രത്തിലുള്ള തെറ്റ് തന്നെയാണ്. അതിനെ പരിഹരിക്കാനാണ് പാലിയം വിളംബരം മാധർജിയെ പോലുള്ളവർ വരുന്നത്. ശ്രീ യദുവിനെ അടക്കം നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയാക്കിയ അത് സർക്കാരിന്റെ ഒരു ഇടപെടലല്ലേ വേണ്ടി വന്നത്? അല്ല, തീർച്ചയായും അതാ പറഞ്ഞത്. പാലിയം വിളംബരം ഓൾറെഡി സംഭവിച്ചു. പക്ഷേ യദു അടക്കമുള്ള ആൾക്കാരെ അങ്ങനെ കൊണ്ടുവരുന്നത് തീർച്ചയായും എല്ലാവരും സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അവിടെയാണ് ഇതിൽ കൺസെൻസസ് ഉണ്ടാക്കാമല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ തിയറിയിൽ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഭൂമിയുടെ സ്വത്ത് വരുമ്പോൾ ഈ ജാതിയുടെ പ്രമാണിതലത്തിൽ മുകളിൽ നിൽക്കുന്നവർക്ക് മാത്രം ഈ ഭൂമി പോയത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ചരിത്രത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥം നിർത്താം. നമുക്ക് ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തണം. പക്ഷേ എന്റെ നേരിട്ടുള്ള ചോദ്യം, നമ്മൾ ആ വസ്ത്രത്തിലേക്ക് വന്നാൽ നമ്മൾ ആ സ്പെസിഫിക് ആയ ആ വിഷയം കൊണ്ട് എടുക്കുന്നത് കൊണ്ട് മേൽവസ്ത്രം ഊരണം എന്നുള്ള ഒരു നിർദ്ദേശത്തെ താങ്കൾ പിന്തുണയ്ക്കൂ? അല്ല, സച്ചിദാനന്ദ സ്വാമികൾ നമ്മുടെ എല്ലാം ഗുരുപരമ്പരയിൽ പെട്ടവരാണ്. അദ്ദേഹത്തെ ശിവഗിരിയിൽ അദ്ദേഹത്തോടൊപ്പം ഓണം ചെലവഴിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സാദിഖ് അലി തങ്ങളും ക്ലിമിസ് ബാവയും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുതുല്യനാണ്. അദ്ദേഹം പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കാൻ നമ്മൾ കേൾക്കണം, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതോടൊപ്പം യോഗക്ഷേമ സഭ, NSS, ബാക്കി ഓരോ തന്ത്രിമാർ, തന്ത്രി സമാജം, ഇവരുടെയും കൂടെ നിലപാട് അറിയേണ്ട ആവശ്യമില്ലേ? ഞാനിപ്പം കുറച്ചു മുമ്പ് കാളിദാസ ഭട്ടതിരി യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്, ഒരു സമീപനമായി വരും. ഓരോ ക്ഷേത്രത്തിന്റെയും ആചാര കാര്യങ്ങളുടെ വാക്ക് തന്ത്രിയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാക്കുകളിൽ ഒന്ന് അവിടുത്തെ തന്ത്രിയാണ്. ആചാരത്തെ തന്ത്രവിധി പ്രകാരം നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അനാചാരമായില്ലേ? അല്ല, അവിടെയാണ് ഇപ്പൊ ഉദാഹരണം, ശബരിമലയിൽ ഇപ്പോ ഒരുപാട് ആൾക്കാർ കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും ധരിച്ചുകൊണ്ട് വന്ന് തൊഴുതു പോകാറുണ്ട്. എന്നാൽ ഗുരുവായൂർ അടക്കമുള്ളവരിൽ പഴയ ഡ്രസ് കോഡ് ഉണ്ട്. ശബരിമലയിൽ കറുത്ത വസ്ത്രം വേണമെന്നില്ല കേട്ടോ. പക്ഷെ കൂടുതൽ ആൾക്കാരും കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. ഇപ്പൊ നീല ധരിക്കുന്നവരുണ്ട്. ഇനി അതില്ല, പോലീസുകാർ കാക്കിയൊക്കെ അണിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ ഏത് വസ്ത്രം വേണമെങ്കിലും അണിയാം. പക്ഷെ അതുപോലെ അല്ലല്ലോ, ഇപ്പോ ചില ക്ഷേത്രങ്ങളിൽ എത്തിയാൽ ഷർട്ട്, ബനിയൻ, ലുങ്കി തുടങ്ങിയവ ധരിച്ചതിലേക്ക് കയറാൻ പാടില്ല. എന്താ പ്രശ്നം? ഷർട്ടിന്റെയും ബനിയന്റെയും പ്രശ്നം അതിട്ട് കഴിഞ്ഞാൽ പൂണൂലുണ്ടോ എന്നറിയില്ല. ലുങ്കിയും ബാക്കിയുള്ള കാര്യങ്ങളുമാണെങ്കിൽ അത് സമുദായത്തിലെ കീഴാള വിഭാഗം ധരിക്കുന്ന വസ്ത്രമാണെന്നൊരു പൊതുധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെ പുറത്തു നിർത്താൻ വേണ്ടിയിട്ടുണ്ട് വന്നൊരു രീതി ഇപ്പൊ ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കൗതുകമുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ അങ്ങും സണ്ണി സാറും, എനിക്ക് വലിയ ബഹുമാനമാണ്, അദ്ദേഹത്തെ പറയുകയുണ്ടായി, പണ്ട് സ്ത്രീകളുടെ ഡ്രസ്സ് അവർ ഊരിയിരുന്നു എന്ന്. സ്ത്രീകൾ പൂപ്പൂരിടാറുണ്ടല്ലോ, പിന്നെ എന്തിനാ സ്ത്രീകളുടെ വസ്ത്രം ഊരി എന്ന് പറയുന്നു? അല്ലല്ല, അത് ബ്രാഹ്മണത്തിന് വേണ്ടിയല്ല, അത് പുരുഷന്റെ കണ്ണുകൾക്ക് വേണ്ടിയിട്ടും പുരുഷന്റെ ഒബ്ജക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ബ്രാഹ്മണ പുരുഷന്മാരുടെ മുന്നിൽ മാറുമറച്ചു വരരുതെന്നാണ് പറയുന്നത്. മറ്റുള്ള പുരുഷന്മാരുടെ മുന്നിൽ മാറുമറച്ചു പോകാം, ബ്രാഹ്മണ പുരുഷന്മാരുടെ മുന്നിൽ മാറുമറച്ചു പോകരുതെന്നുള്ളതായിരുന്നു. അത് പുരുഷന്റെ കണ്ണുകൾക്കുള്ള വിരുന്നാണ്. ഇത് ജാതിക്കുള്ള വിരുന്നാണോ എന്നതാണ് ചോദ്യം. ഒരു സ്ത്രീയുടെയും ഡ്രസ് ഒന്നും അങ്ങനെ ഉരിയിട്ടില്ല. പക്ഷെ ചരിത്രത്തിൽ ജാതീയതയുടെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. അതെ രാഹുൽ, എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ്. അതിനൊരു വിശദീകരണം നൽകാൻ നമുക്ക് കഴിയുമോ? പുരുഷന്മാർ വസ്ത്രം ഊരണം അല്ലെങ്കിൽ ഷർട്ട് ഊരണം എന്ന് പറയുന്നതിന് ഏത് വിധി പ്രകാരമാണെങ്കിലും ഒരു വിശദീകരണം നൽകാൻ പറ്റൂ. തന്ത്രവിധിയെങ്കിൽ തന്ത്രവിധി, ശാസ്ത്രീയമെങ്കിൽ ശാസ്ത്രീയം, ചരിത്രമെങ്കിൽ ചരിത്രം. അതിനൊരു വിശ്വാസധാരയുടെ ഭാഗമായി കൂടെ പറയാം. ചില ആൾക്കാർ പറയുന്നുണ്ട് അത് നമ്മുടെ ആചാരത്തിന്റെയും ട്രഡീഷന്റെയും ഭാഗമാണ്, നമ്മുടെ സപ്ത ചക്രങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്നൊക്കെയുള്ള വിശ്വാസമുണ്ട്. ഇനി അതിനെ പരിഷ്കരിക്കണമെന്ന് സച്ചിദാനന്ദ സ്വാമികളെ പോലെ പണ്ഡിതനായ ഒരു വ്യക്തി പറഞ്ഞാൽ അതിനെ ഗൗരവമായി സ്ത്രീകൾക്ക് ബാധകമല്ലാത്തത് പുരുഷൻ എങ്ങനെ വരും? സ്ത്രീകൾക്ക് ആജ്ഞാചക്രത്തിലാണ്. അതായത് സ്ത്രീകൾക്ക് അവരുടെ എനർജി റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ DTയിൽ നിന്നുള്ള എനർജി റിസീവ് ചെയ്യുന്നത്, ഇത് എനർജി സെന്റേഴ്സ് ആണ്. എനർജി റിസീവ് ചെയ്യുന്നത് ആജ്ഞാചക്രത്തിലാണെന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഇപ്പൊ ഇന്ന് യോജിക്കാം യോജിക്കാതിരിക്കാം, പക്ഷേ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അഭിപ്രായം കൂടെ എടുക്കണ്ടേ? അവിടുത്തെ തന്ത്രിയുടെയും മേൽശാന്തി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമുദായത്തിലെ പ്രമാണിമാരുടെയും സമുദായ സംഘടനകളുടെയും ഒക്കെ അഭിപ്രായം എടുത്ത് മാത്രമേ ആചാരങ്ങളെ മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ അമ്പലത്തിനുള്ളിലല്ലേ? തീർച്ചയായും അമ്പലവും പള്ളിയും മുസ്ലിം പള്ളിയും എല്ലാം തീരുമാനിക്കേണ്ടത് വിശ്വാസികളല്ലേ? അതെ, അല്ല, ആ വിശ്വാസികളുടെ കാര്യത്തിൽ ആചാരങ്ങളെ ഇപ്പോ നമുക്കൊരു വിശദീകരണം, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ അതൊരു വിശ്വാസം മാത്രമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ തന്ത്രവിധി പ്രകാരമുള്ളൊരു പിന്തുണയില്ല, ഏതെങ്കിലും തരത്തിൽ ലോജിക്കലായ ഒരു പിന്തുണയില്ല, ഏതെങ്കിലും തരത്തിൽ ചരിത്രപരമായിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കത്യങ്ങളൊന്നുമില്ല, ഏതെങ്കിലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും കഴിയില്ല. വസ്ത്രമില്ലാത്ത സമയത്താണല്ലോ മിക്കവാറും ദൈവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആശയങ്ങളിൽ ഇതൊരു ലോജിക്കലല്ല എന്നുള്ളൊരു കാര്യം അങ്ങ് സമ്മതിക്കുമല്ലോ അല്ലേ?
അല്ല, അവിടെയാണ് സച്ചിദാനന്ദ സ്വാമിയെ പോലൊരു വ്യക്തി പറയുമ്പോൾ നമ്മുടെ അമ്പലങ്ങൾ തന്ത്രശാസ്ത്ര വിധി പ്രകാരമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സച്ചിദാനന്ദ സ്വാമിയെ പോലൊരു പണ്ഡിതൻ പറയുമ്പോൾ നമ്മുടെ ആചാര്യ സഭകളും യോഗക്ഷേമ സഭയും NSSഉം SNDPയും അടക്കമുള്ള ബാക്കി സഭകൾ ചർച്ച ചെയ്ത് ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നതിന് എഴുതില്ല. ഒരു വരി കൂടെ പറഞ്ഞോട്ടെ, ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. അതായത് വളരെ കൃത്യമാണ്. നമ്മൾ കൃത്യമായി പിന്തുടരേണ്ടിയിരിക്കുന്ന മതപരമായ ഒരു ആചാരമല്ല എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ ദർശനത്തിന് മേൽവസ്ത്രം അഴിക്കേണ്ടതുണ്ടോ പുരുഷ ഭക്തന്മാർ എന്നുള്ളതാണ് ചോദ്യം. സച്ചിദാനന്ദ സ്വാമി തുടങ്ങിവെച്ച ഈ ക്യാമ്പയിൻ കേരളം ഏറ്റെടുക്കുമോ? ദേവസ്വം ബോർഡ് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ സമുദായ സംഘടനകളും വിശ്വാസ സമൂഹവും പിന്തുണയ്ക്കുമോ എന്നാണ് ചോദ്യം. സണ്ണി കപ്പിക്കാടും നമുക്കൊപ്പം രാഹുൽ ഈശ്വരുമുണ്ട്. സണ്ണി കപ്പിക്കാടിലേക്ക്. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വിവിധ സമുദായ സംഘടനകളുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലൂടെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കുമോ സണ്ണി കപ്പിക്കാട് നല്ലത്? അല്ല, ഇതിനകത്ത് അവരുമായി ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടേതൊരു ജനാധിപത്യ ഗവൺമെൻറ്റാണ്, ജനാധിപത്യ സമൂഹമാണ്. കൺസേൺഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുമായി ചർച്ച ചെയ്യുന്ന തകരാറില്ല. പക്ഷേ അവർ പറയുന്ന ആർഗ്യുമെൻ്റ് എത്രമേൽ ലോജിക്കലാണ്, മാനവികതയ്ക്ക് ഗുണപ്രദമാണ് എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. അത് ഈ ഏതെങ്കിലും തരത്തിലുള്ള വെളിവുകേട് മാത്രം പറയുന്നവരുടെ അഭിപ്രായം കേട്ട് അതങ്ങനെ നിന്നോട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം. 2, ഇത് മേൽവസ്ത്രം അഴിക്കണോ വേണ്ടയോ എന്നതിൻ്റെ മാത്രം ഒരു പ്രശ്നമായി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ തന്നെ പറയുന്നൊരു കാര്യം, പുരുഷന്മാരുടെ നെഞ്ചിലും സ്ത്രീകളുടെ നെറ്റിയിലുമാണ് എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലം, അതുകൊണ്ട് പുരുഷന്മാർ വസ്ത്രമഴിക്കണം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അവരിപ്പോൾ പറയുന്നൊരു വ്യാഖ്യാനം മാത്രമാണത്. 1924 മുമ്പ് പിന്നെ എന്തിനാണ് സ്ത്രീകളുടെ ബ്ലൗസ് ഊരിച്ചത് എന്നൊരു ചോദ്യമില്ലേ? അന്നേരം ഇവരുടെ കോൺസെൻട്രേഷൻ ഇവിടെ നെറ്റിയിലല്ലായിരുന്നോ, മാറില്ലായിരുന്നോ? ഇത് പറയണമെന്നേ, ഇത് വളരെ വ്യക്തമായും പറയാൻ ബാധ്യസ്ഥതയുണ്ട്. രണ്ടാമതൊരു കാര്യം, കേരളത്തിൽ പ്രശ്നവിധി പ്രകാരം റോപ്പ് വേ ഉണ്ടാക്കാൻ അയ്യപ്പന് സമ്മതമാണെന്ന് ശബരിമല കാലത്ത് പറയുന്നുണ്ട്. ഇത് ആര് ചോദിച്ചിട്ട്, ആരോട് ചോദിച്ചിട്ട്? ഇത് നമ്മൾ വിശ്വസിച്ചോണോ? ഇതെന്താ ഈ പറയുന്നത്? നമ്മളൊരു ലോജിക്കൽ യുക്തിഭദ്രമായി ജീവിക്കുന്നൊരു സമൂഹമല്ലേ? അപ്പോൾ അവിടെ കൂടി ബാധകമാക്കണം, അതല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. മൂന്നാമതൊരു സംഗതി, ഈ പറയുന്ന സനാതനധർമ്മം എന്ന് ഇവർ പറയും, അതൊരു തത്വചിന്തയാണെന്ന് രാഹുൽ പറയും. അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം, എന്താണ് ആ തത്വചിന്ത എന്ന്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, മനുഷ്യർ ജന്മനാ തുല്യരല്ലെന്ന് വിചാരിക്കുന്ന ചാതുർവർണ്ണീയ സിദ്ധാന്തത്തെയും അതിനടിത്തറയായിരിക്കുന്ന മനുഷ്യസങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്ന സനാതനധർമ്മത്തെയും ആധുനിക സമൂഹത്തിന് നിരാകരിച്ചേ പറ്റൂ. ഇത് ഏതെങ്കിലും മതത്തോടുള്ള വിരോധത്തിൻ്റെ പ്രശ്നമല്ലത്. മനുഷ്യർ ജന്മനാ തുല്യരല്ലെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിന് ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് റിലിജിയൻ എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് ഈ എസെൻഷ്യൽ പ്രാക്ടീസ്? ബ്രാഹ്മണാധികാരം അൺക്വസ്റ്റ്യനബിളായി തുടരണമെന്നുള്ളതാണ് എസെൻഷ്യൽ പ്രാക്ടീസ്. ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാചകക്കാരൻ ബ്രാഹ്മണനായിരിക്കുന്നത് ആരോടാണ് ഇത് ഈ പറയുന്നത്? ഈ ആധുനിക സമൂഹത്തെ ബ്രാഹ്മണരുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ ഞങ്ങൾ കഴിക്കുകയുള്ളൂ എന്ന് ആരാ ഈ പറയുന്നത്? ഇതെന്തൊരു ലോകമാണ്? ഇവരൊക്കെ എന്ത് വിചിത്ര ജീവികളാണ്? ഇവരെ യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തിൻ്റെ ഭാഗമാണോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, തന്ത്രി സമാജമാവട്ടെ ബ്രാഹ്മണ സഭയാണ്, അവരൊക്കെ ചർച്ച ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ കാര്യങ്ങൾ പറയുന്നത് യുക്തിഭദ്രമായിരിക്കണം. ശ്രീനാരായണ ഗുരു 44 ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഹിന്ദു പാരമ്പര്യത്തിന് വലിയ വക്താവാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ആ ക്ഷേത്രത്തിൻ്റെ വെറൈറ്റി ആദ്യം പരിശോധിക്കണം. ഓരോ ക്ഷേത്രവും മാറ്റി മാറ്റി പ്രദർശിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഗുരു പറഞ്ഞതിനർത്ഥമുണ്ട്. ഈ പറയുന്ന ചാതുർവർണ്ണയമായിരുന്നില്ല, എല്ലാവരും സഹോദരരായി വന്നിരിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ഭാവന ചെയ്ത ഒരാളാണ് ഗുരു എന്ന് മനസ്സിലാക്കണം. അതായത് ഗുരു ക്ഷേത്രമുണ്ടാക്കി, അതുകൊണ്ട് ഹിന്ദു സന്യാസിയാന്ന് പറഞ്ഞ ലളിതയുക്തിയല്ല ഇവിടെ വേണ്ടത്. മാത്രവുമല്ല, ഒരു കാര്യം കൂടി പറയട്ടെ, ഈ പറയുന്ന ചാതുർവർണ്ണയ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമായിരുന്നല്ലോ നമ്മുടെ രാമൻ്റെ രാജ്യം, രാമൻ ഭരിച്ചിരുന്ന രാജ്യം. അതിനകത്ത് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ടെന്നേ, ഈ ചാതുർവർണ്ണത്തിലെ 4 വർണ്ണങ്ങളല്ലാതെ വേറെ ഒരു ആളും ജീവിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. മാത്രവുമല്ല, ശംഭുകനോട് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ തപസ്സിരിക്കുന്നു,
നിങ്ങൾ ഏത് യോനിയിലാണ് ജനിച്ചെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ശൂദ്രയോനി എന്ന് പറയുമ്പോഴേ തലയർക്കുക. പക്ഷെ ഗുരു എന്താ പറഞ്ഞത്? ഒരു യോനി ഒരു ആകാരം എന്നാ പറഞ്ഞത്, ഒരു ഭേദമൊന്നുമില്ലതിൽ എന്നല്ലേ പറഞ്ഞത്. ഇതൊക്കെ തമ്മിലുള്ള താത്വികമായ സൂക്ഷ്മമായ ഫിലോസഫിക്കൽ ഡിഫറൻസ് മനസ്സിലാക്കാതെ വെറുതെ വർത്തമാനം പറയരുത്. നമ്മളിങ്ങനെ ഞാൻ ഒന്ന് രാഹുലിന്റെ മറുപടി ഒന്ന് തേടിയിട്ട് വരാം. രാഹുൽ, മറുപടി. ശ്രീ അരുണിനും കൂടെ ബന്ധമുള്ള ഒരു മറുപടിയാണ്. സണ്ണിയം കവിക്കാട് സാർ പറഞ്ഞു ഒരു കാര്യത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. ശബരിമലയിൽ ഒരു ഗൂഢാലോചനയിൽ ഒരു ദേവപ്രശ്നം 100 കോടി രൂപ അടിച്ചു മാറ്റാൻ ഒരു ദേവപ്രശ്നം ഉണ്ടായപ്പോൾ അതിനെ തടയാൻ സാധിച്ച വ്യക്തികളൊന്നാണ് ഞാൻ. നികേഷ് കുമാർ സാറിനോടാണ് ഏറ്റവും നന്ദി. അതായത് ശബരിമലയിൽ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ കള്ള ദേവപ്രശ്നം വരികയും 100 കോടി രൂപ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഞാനാണ് ഈ ദേവപ്രശ്നം നികേഷ് സാറിനെ കൊണ്ട് എത്തിച്ചതും. അന്ന് ഇന്ത്യ വിഷനായിരുന്നു. ഏറ്റവും ശക്തമായി അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യുകയും അത് ഇല്ലാതാകുകയും ചെയ്തു. ഞങ്ങളുടെ ഇടയിൽ തെറ്റുകളുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ തെറ്റുകളെ നമുക്ക് പ്രതിരോധിക്കാൻ മാറ്റാം. 2, എന്താണ് സനാതന ധർമ്മം? ന്യായ, വൈശേഷിക, സാഖ്യ, യോഗ, മീമാംസ, വേദാന്ത, അതിന്റെ കൂടെ ആഗമങ്ങളും തന്ത്രവും കൂടെ ചേരുന്നതാണ് വിശാല അർത്ഥത്തിൽ ഈ സനാതന ധർമ്മം. ആ സനാതന ധർമ്മമാണ് മഹാത്മാഗാന്ധി, ആ സനാതന ധർമ്മമാണ് വിവേകാനന്ദൻ, ആ സനാതന ധർമ്മമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ടാണ് ശശി തരൂർ പോലും ഗാന്ധിജിയെ വിളിക്കുന്നത് ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് എംപയർ എന്നാണ്. ബ്രിട്ടീഷ് എംപയറിനെ, സാമ്രാജ്യത്തെ തലകുത്തിച്ച ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് മഹാത്മാഗാന്ധി. ആ മഹത്തരമായ ഹിന്ദു പാരമ്പര്യമുണ്ട്. ഞങ്ങൾ ആരും ഗോഡ്സേവാദികളല്ല. അപ്പൊ ഈ ഗോഡ്സയുടെ പേരിൽ ബാക്കിയെല്ലാം ഹിന്ദുക്കളെയും അതിന്റെ പേരിൽ ഗിൽറ്റ് ട്രാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ചോദ്യം രാഹുൽ, ഈ ശ്രീനാരായണ ഗുരുവിന് സന്യാസം കൊടുത്തത് ആരാണ്? ബ്രിട്ടീഷുകാരാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ സന്യാസ പാരമ്പര്യം ആർഷഭാരത പാരമ്പര്യമല്ലേ, അദ്വൈതമല്ലേ? പക്ഷേ ശ്രീനാരായണ ഗുരുവിന് തന്നെ സന്യാസം കൊടുത്തത് ബ്രിട്ടീഷുകാരാകുമ്പോൾ ഈ വാദം മൊത്തം പൊളിഞ്ഞു. ആലങ്കാരികമായി പറയുന്നതല്ലേ ശ്രീ അരുൺ? അത് ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ സന്യാസത്തിന്റെ ബാഡ്ജ് കൊടുത്തു എന്നല്ലോ. ശ്രീനാരായണ ഗുരുവിനെ അന്നത്തെ സനാതന ധർമ്മം എങ്ങനെയാണ് കണ്ടത്? അല്ല, ഒരു വരി കൂടി പറഞ്ഞോട്ടെ, അതിൽ ഒരു വരി കൂടി കേൾക്കണം. അതായത് മഹാനായ മന്നത്തോത്നാൻ പറയുന്നത് എന്താ അറിയാമോ? നമ്മൾ ഇന്ന് ഈഴവരും നായരും നമ്പൂതിരിയും പുലേരും ക്ഷത്രിയരും എല്ലാം ശ്രീനാരായണീയരാണെന്നാണ്. മഹാനായ NSSന്റെ സ്ഥാപകനായ ഭാരതകേസരി മന്നത്തോത്നാഥൻ പറയുന്നത് നമ്മളെല്ലാം ഇന്ന് ശ്രീനാരായണീയരാണെന്നാണ്. അവൻ ചരിത്രത്തിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ടല്ലേ ഗാന്ധിജി പറയുന്നത് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, സവർണ ഹിന്ദുക്കളുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണെന്ന്. പക്ഷെ തെറ്റുകളുടെ പേരിൽ മാത്രം ഞങ്ങൾ ഹിന്ദുക്കളെ ഒരു കള്ളിയിൽ തളച്ചിടാതെ ശരികളും ഉണ്ടായിരുന്നു, തെറ്റുകൾ പരിഷ്കരിച്ച് മുമ്പോട്ട് പോകാം എന്ന മനോഭാവമല്ലേ നമ്മൾ എടുക്കേണ്ടത്. അപ്പം മാറേണ്ട കാര്യങ്ങൾ മാറണം, മാറേണ്ടാത്ത കാര്യങ്ങൾ സംരക്ഷിക്കണം. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അത് ആർട്ടിക്കിൾ 25 26 ഉറപ്പ് വരുന്നതാണ്. അങ്ങ് ഭരണഘടനയിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയാണല്ലോ. എന്നാൽ പരിഷ്കാരത്തിന്റെ ചില പടവുകളുണ്ട്. ആ പരിഷ്കാരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ തുടങ്ങിയത്. നല്ലൊരു സംവാദമാണ്. അത് കൂടുതൽ ആൾക്കാർ ഏറ്റെടുക്കും എനിക്ക് തോന്നുന്നു. മാത്രമല്ല, ഞാൻ അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം ചോദിക്കട്ടെ രാഹുൽ. ഈ തിരക്കിലൊക്കെ പെട്ട് വളരെ വിയർപ്പിലൊക്കെ ഒട്ടി നിൽക്കുന്ന പുരുഷ ശരീരങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് ഈ ദർശനം കാണാൻ പോകുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമില്ലേ? അതിന് തന്ത്രവിധി പ്രകാരം ഒരു ന്യായീകരണമില്ല, അതിന് ഏതെങ്കിലും തരത്തിൽ വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട ന്യായീകരണമില്ല, മറ്റൊന്നും നിൽക്കത്തില്ല. കാര്യം പുരുഷന്റെ ഹൃദയത്തിലും സ്ത്രീയുടെ നെറ്റിയിലുമാണ്. അതൊന്നും ശാസ്ത്രീയമായി പോലും നിൽക്കുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഒരു ഹൈജീനിക് ആസ്പെക്റ്റിലെങ്കിലും പുരുഷന്മാർ വസ്ത്രമൊക്കെ ഇട്ട് വന്നാൽ ഈ പറയുന്ന തിരക്കിലും ഒക്കെ പെട്ട് ഇവരുടെ വിയർപ്പ് മറ്റുള്ള ശരീരത്തിലൊന്നും പറ്റാതെ സ്വസ്ഥമായി നിന്ന് ദൈവീയ ദേവതയൊക്കെ കണ്ടിട്ട് പൊക്കൂടെ? അവിടെയാണ് പിണറായി വിജയൻ അവർ തന്നെ പറഞ്ഞൊരു കാര്യം പറയാം. ഞാനല്ല, സച്ചിദാനന്ദ സ്വാമികളാണ് ആ നല്ല സജഷൻ പറഞ്ഞെന്ന് പറയുകയുണ്ടായി. അപ്പൊ രാഷ്ട്രീയക്കാരല്ല, ആത്മീയ നേതാക്കൾ അങ്ങനെ സജഷൻ വരികയാണെങ്കിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തണം. അതായത് തന്ത്രി സമാജം വേണം, യോഗക്ഷേമ സഭ വേണം, NSS വേണം, ബാക്കി ഹിന്ദു സമൂഹം വേണം. SNDPയുടെ ഭാഗത്തുനിന്നുള്ള കാഴ്ചപ്പാടായിട്ട് അതിനെ എടുക്കാം. അപ്പൊ ആ രീതിയിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കണം. ഈ ബ്രാഹ്മണരോട് ചോദിക്കാതെ ചെയ്യണോ നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരു കാര്യം കൂടി, അല്ല അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഏത് സംഘടനകളുമായും ചർച്ച ചെയ്യുന്നതിലൊന്നും തെറ്റില്ല രാഹുൽ. ഒരു കാര്യം, ഇപ്പൊ ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ മിക്ക ക്ഷേത്രങ്ങളിലും എനിക്കൊന്നു ഈ 40ഓളം ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന ഷർട്ട് ധരിച്ച് കയറാം എന്ന നിലയിലാണ്. ശബരിമലയിൽ അടക്കം ഇപ്പം കയറുന്നുണ്ടല്ലോ. ശബരിമലയിൽ അടക്കം ഷർട്ടൊക്കെ ധരിച്ച് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ചരിത്രത്തിൽ ഏതെങ്കിലും ഉണ്ടായ ഒരു സംഭവം ആയിരിക്കാം. അപ്പൊ ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല, ഇത് പെരിഫറിയിൽ നിൽക്കുന്ന ഒരു കീഴ്വഴക്കവും മറ്റുമാണ്. അത് ആചാര്യ സഭകളും മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വസ്ത്രം തുളച്ച് കയറാൻ പറ്റാത്തതൊന്നും അല്ലല്ലോ എനർജി. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോ ആകെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. രണ്ട് വ്യക്തികളെ തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ വസ്ത്രം അഴിക്കണം എന്ന് പറയുമ്പോൾ അതിനുള്ളിലുള്ള എന്തോ ഒന്ന് കാണണം. അതിനുവേണ്ടി ആയിരിക്കുമല്ലോ ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവുക.
കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അങ്ങനെയല്ലേ മഹാത്മാഗാന്ധി അടക്കം മഹാത്മാഗാന്ധി പറയുന്നത് ബീഹാറിൽ ഭൂകമ്പം വരുന്നത് നമ്മുടെ ജാതീയത കാരണമാണെന്നാണ്, ആലങ്കാരികമായി പറയുന്നതാണ്. സവർണ ഹിന്ദുക്കളോട് പറയുകയാണ് ഈ നാട്ടിൽ ഭൂകമ്പം വരുന്നത് പോലും നിങ്ങളുടെ ഈ തെറ്റായ മനസ്ഥിതി കാരണമാണ്. അതിന് രവീന്ദ്രനാഥ് ടാഗോറടക്കം ഗാന്ധിജിയെ വിമർശിക്കുന്നുണ്ട്, ഇത് അന്ധവിശ്വാസമാണ്. പക്ഷേ തെറ്റുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ആ തെറ്റുകൾ പരിഷ്കരിക്കണം, നന്നാക്കണമെന്ന് ഉദ്ദേശത്തോടെ വിമർശിക്കണം, ഇല്ലാതാക്കണം. നമ്മുടെ ഉദയനിധി സ്റ്റാലിന്റെ മനസ്സോടുകൂടി വിമർശിക്കരുത്, ഉദയനിധി സ്റ്റാലിന്റെ മനസ്സോടുകൂടി ആകരുത് വിമർശനം. ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മുഖ്യമന്ത്രിയും കാണിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വി ഡി സതീശന്റെ സമീപനമാണ് ശരി. ശരി, ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സണ്ണി കപ്പിക്കാൻ 30 സെക്കൻഡ്സ് സമയം മാത്രം. വി ഡി സതീശന്റെ നിലപാടാണ് ശരിയെന്നാണ് രാഹുൽ പറയുന്നത്. എനിക്ക് ആ അഭിപ്രായമില്ല. അത് ഗൗരവമായി കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ചർച്ചയിൽ ചേർന്നതിന് നമുക്ക് വിശദമായി തന്നെ ഇത് ചർച്ച ചെയ്യേണ്ടി വരും ദിവസങ്ങളിൽ. നമുക്ക് നോക്കാം. പുരോഗമനപരമാവുക എന്നത് ചരിത്രത്തോട് ചെയ്യുന്ന നീതിയാണല്ലോ. Debate with Dr. Arun Kumar.